കേരളത്തിന്റെ പ്രിയങ്കരനായ ജനനേതാവ് ഇ.കെ. നായനാർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 2 ദശാബ്ദം പൂർത്തിയാകുന്നു. 2004 ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെ UPA സർക്കാർ അധികാരത്തിലേറിയ ചരിത്ര ദിനത്തിലായിരുന്നു നായനാരുടെ വിടവാങ്ങൽ. രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ കൂടി നടുവിൽ നിൽക്കുമ്പോഴാണ് നായനാരുടെ ഓർമ്മ ദിനവും കൂടി എത്തുന്നത്. സഖാവ് ഇ.കെ. നായനാരെ കേരളം ഓർക്കാത്ത ദിനമുണ്ടാവില്ല. മലയാളി അതുപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും അഭിമാനിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത അധികം നേതാക്കളില്ല. സമരനിലങ്ങളിലെ ജനകീയനും ഭരണതലങ്ങളിലെ ജനപ്രിയനുമായിരുന്നു നായനാർ. 7 പതിറ്റാണ്ട് കാലം കേരളത്തെ ഇളക്കിമറിച്ച നായനാർ തനിമയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ല. അതിന്റെ എനിക്ക് ഒതുമേ അറിയാത്തല്ല. കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ പുതുതായി വന്നതായിരിക്കും അല്ലേ? ഞാനിവിടെ 10-20 കൊല്ലം മുമ്പ് അവിടെ വന്നതാ. അന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വളരെ കുറവാണ് കേട്ടോ. 939 സഖാവ് പി കൃഷ്ണപിള്ളയുടെ മേൽനോട്ടത്തിൽ കല്യാശ്ശേരിയിൽ ആരംഭിച്ച ബാലസംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു എറം ബാലകൃഷ്ണൻ നായനാർ. നായനാരുടെ അമ്മാവൻ ഏരപ്പൻ നായരുടെ മകൻ KPR ഗോപാലന്റെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപക്കളരിയിലായിരുന്നു നായനാരുടെ പരിശീലനം. KPR 940 മൊറാഴ കേസിലും നായനാർ 41 കയ്യൂർ കേസിലും പ്രതിയായി. KPRന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കുകയർ വിധിച്ചു. നായനാർ ഒളിവിലായതിനാൽ രക്ഷപ്പെട്ടു. ഒളിവിലും തെളിവിലും ജയിലിലുമായി അസംഖ്യം കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് നായനാർ ഒരു ചരിത്ര പുരുഷനായി ഉയർന്നു വന്നത്. ഇല്ല, കിട്ടൂല. കാരണം കുറച്ച് ഈ ആന്റണിയുടെ ഭരണല്ലേ. അപ്പൊ നോക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് പരിശോധിക്കാം. കാരണം സോണിയാഗാന്ധി ഒന്ന് പറഞ്ഞാൽ പോലെ. അപ്പൊ കാരണം ആരും നിൽക്കില്ലേ? സോണിയ പറഞ്ഞാൽ എന്റേതാണെങ്കിൽ സോണിയ പറഞ്ഞാലും നിൽക്കില്ല. AKGയും CH കണാരനും അഴീക്കോടൻ രാഘവനും വിട പറഞ്ഞപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ നെടുന്തൂണായിരുന്നു നായനാർ. 72-ലും 92-ലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, 80-ലും 87-ലും 91-ലുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കണ്ണൂരിന്റെ ശുദ്ധമനസ്സും നിഷ്കളങ്കതയും തമാശ വർത്തമാനങ്ങളും പൊട്ടിച്ചിരികളുമായി രാഷ്ട്രീയ എതിരാളികളെ പോലും നായനാർ കയ്യിലെടുത്ത കാലം. ഞാനിത് ചർച്ച ചെയ്തതല്ലേ, എനിക്കറിയാലോ വിഷയം. ജീവനക്കാരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തതല്ലേ. 58 ആക്കിയാലും അവർക്ക് സന്തോഷം. അവർ വിരിഞ്ഞു പോകണ്ടല്ലോ. നായനാർക്ക് അധികാരം തോളിലെ ഒരു തോർത്തുമുണ്ട് പോലെയാണെന്ന് പറയാറുണ്ട്. അത്രയേറെ ലളിതമായാണ് അത് അദ്ദേഹം കുടഞ്ഞു തോളിലിട്ടതും എടുത്തുമാറ്റിയതും. അതുണ്ടായാലും ഇല്ലാതായാലും നായനാർ തന്നെയായിരുന്നു. കേരളത്തിന്റെ മഹത് പദ്ധതിയായ ക്ഷേമ പെൻഷൻ ആരംഭിച്ചത് 980-ൽ നായനാർ മുഖ്യമന്ത്രിയായപ്പോഴാണ്. അവസാനം വരെയും പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു തീരാത്ത ജീവിതത്തിന്റെ പേരായിരുന്നു ഇ.കെ. നായനാർ. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.